ഹലോ, എന്നോട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന ഒരു സമയത്താണ് പെട്ടെന്നൊരു ഒച്ച കേട്ടത് കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഒരു JCB മണ്ണ് മാന്തുന്ന ഒച്ച. അപ്പോൾ അത് കേട്ട പാടെ ഒരാളവിടെ ചാടി ഇറങ്ങി മുറ്റത്ത് JCB കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് JCB കാണാൻ പോവാ JCB കാണാൻ പോവാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പോയി നോക്കാം, അവൻ്റെ ഒരു ആഗ്രഹമല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇറങ്ങി കേട്ടോ. പക്ഷേ ഇറങ്ങി അവിടെ എത്തിയപ്പോഴത്തേനും JCBൻ്റെ പാട്ടിന് പോയി. അപ്പം ജസ്റ്റ് ഒരു മിന്നായം പോലെ കണ്ടതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആക്സലിന് കുറച്ച് വിഷമായി. അപ്പം അവൻ്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ നമുക്ക് തോട്ടിൽ പോകാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ ഇവന് എപ്പോഴും എല്ലാ ദിവസവും തന്നെ തോട്ടിൽ പോകും കേട്ടോ. അവന് ഭയങ്കര ഒരു ഇതാണ് തോട്ടിപ്പോക്ക്. അവനെ ഒരു വിധത്തിൽ ഞാൻ പിടിച്ചിരുത്തുന്നതാണ് വൈകുന്നേരം വരെ. വൈകുന്നേരം ആകുമ്പോഴത്തേനും അവൻ എന്തായാലും തോട്ടിൽ പോകണം. അപ്പോൾ നമ്മൾ തോട്ടിലേക്ക് ഇറക്കുകയൊന്നുമില്ല കേട്ടോ, വെള്ളമൊന്നുമില്ല ഇപ്പം. മുട്ടിൻ്റെ അത്രയും പോലും വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ പറ്റി. അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിൽ നിന്ന് മുകളിലൊരു മാട്ട പോലത്തെ സ്ഥലമുണ്ട്. അപ്പോൾ ആണെങ്കിൽ അവിടെ നിന്നിട്ട് നമ്മൾ താഴോട്ട് ഇവനാണെങ്കിൽ കുറച്ച് അവിടെയുള്ള റബ്ബറിൻ്റെ കൊമ്പ് മീൻസ് ഇങ്ങനെ ഒടിഞ്ഞു വീഴുന്നില്ലേ, അങ്ങനത്തെ ചെറിയ ചെറിയ ചുള്ളിക്കമ്പ്, അതൊക്കെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടും. പിന്നെ 2 കല്ല് വെള്ളത്തിലേക്ക് ഇടും. അതോടെ അവൻ ഹാപ്പിയാകും, നമ്മൾ തിരിച്ചു വരും. അങ്ങനെയാണ് കുറച്ച് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം കേട്ടോ. ഇപ്പോഴും അതുപോലെ തന്നെ. ഇപ്പം വിറക് കൊള്ളി പെറുക്കി ഇപ്പം പറമ്പിൽ ഒരു ചുള്ളിക്കമ്പ് പോലുമില്ല. ആശാൻ മൊത്തം എടുത്ത് വെള്ളത്തിലിട്ട് തീർന്നു. ഇപ്പോൾ തപ്പുവാണ് ഇവിടെ വല്ലതും ഉണ്ടോയെന്ന്. അങ്ങനെ നമ്മൾ കൊമ്പിട് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ താഴേന്ന് വേറെ 2-3 പിള്ളേരുടെ ഒച്ച കേട്ടോ. അപ്പോൾ അവർ തോട്ടിൽ ഇറങ്ങി നിൽക്കുമോ പിള്ളേർ. അപ്പോൾ ഇതാരാന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആക്സിൽ പറഞ്ഞു, വാ നമുക്ക് പോവാം നോക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടെ താഴെ ഭാഗത്തോട്ട് പോയി കേട്ടോ. അപ്പോൾ അന്നേരം അവിടെ കുറച്ച് പിള്ളേരാണെങ്കിൽ ഇങ്ങനെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ തോർത്തൊക്കെ വിരിച്ച് പണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ മീൻ പിടിക്കുകയില്ലേ, ആ തോട്ടിൽ നിന്നൊക്കെ. അതുപോലെ ആ പിള്ളേർ 2-3 പിള്ളേർ അവിടുന്ന് മീൻ പിടിക്കുവാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഒരു 5-6 മീനിനൊക്കെ കിട്ടിയെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ നമ്മളവിടെ ചെന്നപ്പോഴത്തേനും അവർ തിരിച്ചു പോയി. അപ്പം നമ്മളവിടെ ചെല്ലലും അവർ തിരിച്ച് കയറി പോയി കേട്ടോ. അപ്പോൾ അതൊന്നും കാണിക്കാനൊന്നും പറ്റിയില്ല, മീനിനെയൊക്കെ അവർ പിടിച്ച മീനിനെയൊക്കെ. അപ്പോൾ അവർ മീനിനെയൊക്കെ ഭരണിക്കകത്ത് ഇട്ടുകൊണ്ടൊക്കെ പോയിട്ടുണ്ട്. എന്താണെന്നറിയത്തില്ല. അതുകൊണ്ട് അവർ 3 പേരുണ്ട്. അപ്പോൾ അവർ ഭരണിക്കകത്തൊക്കെ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആക്സലിന് ഒപ്പാണെങ്കിൽ അന്നേരത്തേനും അവന് തോട്ടിലിറങ്ങണം. അപ്പോൾ ഇവന് ഇതാണ് കാണിക്കാത്തത്, കാണിച്ചാൽ പണിയാവും. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയില്ല. മുകളിൽ നിന്ന് ചുള്ളിക്കമ്പും കല്ലൊക്കെ ഇടിയിച്ചിട്ടങ്ങ് പോകാറാണ് പതിവ്. പക്ഷെ ഇപ്പം ഇന്നിങ്ങ് വന്നതുകൊണ്ട് അവന് തോട്ടിലിറങ്ങണം എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നം. അപ്പം ഞാൻ പറഞ്ഞ അങ്ങോട്ട് ഇറങ്ങൽ കുറച്ചൊരു റിസ്ക്കുള്ള പണിയാണ്. താഴെ എത്തുമ്പോഴത്തേനും ചിലപ്പം തെന്നും. അതുകൊണ്ട് ഇവനും കൂടി ഉള്ളതുകൊണ്ട്, നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഞാൻ ഒരു വിധത്തിൽ ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം മുമ്പിലേക്ക് നടന്നു. അപ്പം അവന് പേടിയായതുകൊണ്ട് അവൻ പിന്നെ എൻ്റെ പുറകെ പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വരുന്ന വഴിക്കൊരു ചെറിയൊരു കിണറൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതിലൂടെ അങ്ങനെ തന്നെ വിടാനൊന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെ നമ്മൾ ഇനി വിചാരിച്ചു ഇനി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന്. അപ്പോൾ ആണെങ്കിൽ അവൻ പറഞ്ഞു, നമുക്ക് ജോണങ്കുവിൻ്റെ വീട്ടിൽ പോകാം. അപ്പോൾ ഇവന് എൻ്റെ ഒരു കസിനുണ്ട് ജോൺ എന്ന് പറയുന്നത്, ചിലർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ ജോണിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം. അവിടെയാണെങ്കിൽ അവനൊക്കെയാണ് ഇവന് കളിക്കാൻ വേണ്ടിയിട്ട് ആരുടെയെങ്കിലും കൂടെയൊക്കെ കളിക്കാൻ ഇവന് ഭയങ്കര ഇഷ്ടമാണ്, പിള്ളേരുടെ കൂടെയൊക്കെ കേട്ടോ. അപ്പോൾ അവൻ്റെ ഒരു പ്രായം അല്ലെങ്കിൽ അവനെക്കാട്ടും കുറച്ച് മൂത്തൊക്കെ പിള്ളേരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഭയങ്കര ഇഷ്ടമേ. അപ്പോൾ ആണെങ്കിൽ അവൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ജോൺ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് വന്ന് ആ ഒരു സമയമായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ അവിടെ ചാമ്പങ്ങയുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു എനിക്ക് ചാമ്പങ്ങ, പണ്ട് നമ്മൾ സ്കൂളിൽ പോയൊരു സമയത്തൊക്കെ നമ്മൾ ചാമ്പങ്ങ തിന്നതാണ്, പിന്നെ തിന്നിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ചാമ്പങ്ങ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയപ്പോൾ കറക്റ്റ് അവിടെ ഒരു 5-6 ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും മൂത്തില്ല, ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ, പിഞ്ചാണ്. അപ്പോൾ ഒരു കൊതിക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഒരു 2-3 ആയിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ വീട്ടിലില്ലായിരുന്നു ചാമ്പങ്ങയൊന്നും. അപ്പോൾ ചില പിള്ളേരൊക്കെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൊണ്ടുത്തരികയില്ലേ നമുക്ക് ചാമ്പങ്ങ. അപ്പോൾ എന്നാ പറയണ്ടേ, ആ ചാമ്പങ്ങയാണെങ്കിൽ നമ്മൾ പണ്ടൊക്കെ തിന്ന നൊസ്റ്റാൾജിയ. പിന്നെ അന്നൊക്കെ സ്കൂളിൽ നിന്ന് തിന്നിട്ടുള്ളൂ, പിന്നെ ഞാൻ അധികം തിന്നിട്ടൊന്നുമില്ല ഇങ്ങനെ ചാമ്പങ്ങയൊന്നും. അപ്പോൾ ഇവിടെ കുറച്ച് ഉണ്ട് ചാമ്പങ്ങ, പക്ഷെ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഉള്ള 5-6 ഞാൻ പറിച്ചുകൊണ്ട് പോകുന്നതാണ്.
ഉള്ള കിട്ടിയത് ഞാൻ എല്ലാവർക്കും ഓരോന്ന് വെച്ച് കൊടുത്തു കേട്ടോ. ആക്സലിന് ഓരോന്ന് കൊടുത്തു. എല്ലാവർക്കും ഓരോന്നോരോന്ന് തിന്നാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട്. പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. അല്ല, ചെടികളുണ്ടെന്ന് എനിക്കറിയാം. അപ്പം കുറേ നല്ല അടിപൊളി കുറേ ചെടികൾ, ഇലച്ചെടികൾ, ഇങ്ങനെ അങ്ങനെ കുറേ ചെടികളും ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനതൊക്കെ ജസ്റ്റ് കണ്ടപ്പോൾ ഒരു രസത്തിന് ഇങ്ങനെ എടുത്തന്നേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെയൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയതാണ്. നല്ല രസമില്ലേ കാണാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഇങ്ങനെ എന്നാ പറയണ്ടേ, ഇതിൻ്റെയൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ. ഞാൻ ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ ഓരോ സംഭവത്തിന് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കും കേട്ടോ. അതുകൊണ്ട് ഇവിടെ മുളക് വരെയുണ്ട്. മുളക് ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. 1, 2 എണ്ണമൊക്കെ ആയതേ ഉള്ളൂ. പിന്നെ കുറേ ഇലച്ചെടികൾ. ഇതാ കൊറോണേൻ്റെ സമയത്ത് ഇവർ ഇതിങ്ങനെ റെഡിയാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ജോൺ പറയും, ഞാൻ എൻ്റെ വീഡിയോ എടുക്ക്, ഞാൻ അങ്ങനെ കാണിക്കുന്ന വീഡിയോ എടുക്കുക, അങ്ങനെ കാണിക്കുന്ന വീഡിയോ എടുക്കുന്നൊക്കെ ജോൺ പറയുവാണേ. പണ്ട് എൻ്റെ ആദ്യത്തെ വീഡിയോസിൽ ഒന്നാമത്തെ വീഡിയോ ആണെങ്കിൽ രണ്ടാമത്തെ വീഡിയോ ജോണിൻ്റെ പാട്ടാണ് കേട്ടോ. ആ ഒരു ഫസ്റ്റ് സമയത്ത് ഞാൻ ചുമ്മാ ജസ്റ്റ്, അന്ന് നമുക്ക് എന്താണ് ഇത്, യൂട്യൂബ് എന്താ സംഭവം എന്ന് പോലും അറിയത്തില്ല. വെറുതെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുമെന്ന് മാത്രം അറിയാം. അപ്പം ആ സമയത്ത് ഞാൻ ജസ്റ്റ്, ജോൺ അന്നേരം കുഞ്ഞിതാണ്. അപ്പം ജോണിനോട് ഞാൻ പറഞ്ഞു, എടാ അവൻ ചുമ്മാ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ജോൺ ഒരു പാട്ട് പാടറാന്ന് പറഞ്ഞപ്പോൾ അവൻ വേഗം പാട്ട് പാടിയതാണ് കേട്ടോ. അപ്പം അത് പാട്ടെന്നായിരുന്നു, ഒരു ബംഗാളീൻ്റെ പാട്ടായിരുന്നു. തെക്കിലും മുക്കിലും ബംഗാളി, എവിടെ തിരിഞ്ഞാലും ബംഗാളി, അങ്ങനെ ഒരു പാട്ടായിരുന്നു കേട്ടോ. കോമഡി ആയിരുന്നു. പണ്ട് ജോണിന് കുറേ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്ന, നഴ്സറി സ്കൂളിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പഠിപ്പിക്കുന്ന പാട്ടൊക്കെ. പിന്നെ വേറൊരു പാട്ടുണ്ടായിരുന്നു, മേക്കപ്പ് ചെയ്യുന്നേ, അങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ജോണിൻ്റെ. അപ്പം അതൊക്കെ പണ്ട് നല്ല രസമായിരുന്നു. ജോണ് വെറും കുസൃതിക്കുട്ടനായിരുന്നു കേട്ടോ ജോണ്. അപ്പം ഇപ്പം വലുതായപ്പോൾ ഒന്നുമില്ല, ഭയങ്കര ഡീസൻ്റായി. പണ്ട് ഭയങ്കര കുരുത്തക്കേടൊക്കെ ആയിരുന്നു. ഭയങ്കര വീര കഥകളൊക്കെ ഉണ്ട് അവനെക്കുറിച്ചിട്ട്. അപ്പം ഇതെന്നാ ചെടിയാണാവോ? ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ കേട്ടോ, കുറേ ചെടികൾ, വേറെ പയറോ അങ്ങനെ എന്താങ്ങാണ്ടൊക്കെ ഉണ്ട്. അപ്പം പിന്നെ അത് അന്നേരത്തിന് നമ്മളവിടെ വന്നപ്പോഴത്തേനും പിന്നെ പപ്പയും ഷാരോണൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്നൊക്കെ കുറേ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും നമ്മുടെ ജോൺ ആണെങ്കിൽ ഫുട്ബോൾ എടുത്തു കയ്യിൽ. ഫുട്ബോൾ എടുത്തപ്പോഴത്തേനും നമ്മുടെ ആക്സലിന് ആവേശം മൂത്തിട്ടാണെങ്കിൽ അവന് പിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് ബോളൊക്കെ കളിക്കാൻ അങ്ങനെയൊക്കെ കേട്ടോ. വീട്ടിൽ ബോളൊക്കെ ഉണ്ട്. അപ്പോൾ അവനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവന് ഭയങ്കര ആവേശമാണ്. ബോൾ കളിക്കാൻ തുടങ്ങിയിട്ട് ആവേശം മൂത്ത് അവന് ഭയങ്കര ഭയങ്കര എന്നാ പറയണ്ടേ, ശക്തിയിലൊക്കെ അടിക്കും. അന്നേരത്തിന് ചിലപ്പോൾ അവൻ വീഴുകയൊക്കെ ചെയ്യും കേട്ടോ. ഇപ്പോൾ ഈ ഫുട്ബോളിന് കുറച്ച് കുറച്ച് ഇതുള്ളതല്ലേ, കുറച്ച് ശക്തി വേണ്ടേ അത് അടിക്കണമെങ്കിൽ. അപ്പോൾ ആണെങ്കിൽ ഇവനാണെങ്കിൽ ഇവൻ്റെ മുഴുവൻ ശക്തി എടുത്തിട്ട് ഈ ആക്സിൽ അടിക്കും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ താഴെ വീഴും. അപ്പോൾ നമുക്ക് വീഴും അവനെ കാട്ടി അവൻ താഴെ വീഴും, ബോൾ പോകും, അനങ്ങുകയില്ല. അങ്ങനത്തെ ഒരു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വിധത്തിൽ കുറച്ച് നേരം അവനൊക്കെ പിടിച്ച് നിർത്താൻ നോക്കി. പക്ഷെ അവന് ഒരു തരത്തിൽ ജോണ് കളിക്കുന്നത് കണ്ടപ്പം പിന്നെ അവന് പിടിച്ചാൽ നിൽക്കുന്നില്ല അവൻ. അങ്ങനെ കുറച്ച് അവൻ്റെ കൂടെ ഇവരൊക്കെ കളിച്ചു കേട്ടോ. അന്നേരത്തേനും ഇവൻ ആവേശം മൂത്ത് ഇവനാണെങ്കിൽ ഭയങ്കര അടി. അവൻ പുറകെ ഓടുക ഇവരുടെ പുറകെ. ജോണാണെങ്കിൽ അടിച്ച് പറമ്പിലേക്കും റോട്ടിലേക്കും ഒക്കെ വിടുന്നുമുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ഇവന് ബോൾ കിട്ടാത്തപ്പോൾ ഇവന് ദേഷ്യം വരും കേട്ടോ. അപ്പോൾ ജോണാണെങ്കിൽ കുറേ ഇവനെ പറ്റിക്കും. ഇടയ്ക്ക് ഇവനെ തട്ടാൻ കൊടുക്കുള്ളൂ. അന്നേരത്തേന് ആക്സലിന് ദേഷ്യം വരും. പിന്നെ അവിടെ വേറൊരു കൊച്ചും കൂടെ വന്നായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. വീടിനടുത്തുള്ള ഒരു പെങ്കൊച്ചാണ്. അപ്പം അവൾക്കൊക്കെ ഇവൻ കുറേ ബോൾ കൊണ്ടുപോയി കൊടുക്കാനൊക്കെ ഇവൻ നോക്കി. പക്ഷെ അവൾ ആദ്യമായിട്ട് ഇവനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവൾക്ക് അധികം പരിചയമില്ലാത്തതുകൊണ്ട് അവൾ അധികം വലിയ മൈൻഡൊന്നും ആക്കിയില്ല. പക്ഷെ ആക്സൽ വലിയ ബോളൊക്കെ കളിക്കാൻ വേണ്ടി കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. ആക്സലാണെങ്കിൽ ജോണിനോട് പറഞ്ഞു കൊടുക്കുക, മേളിലോട്ട് ആകാശത്തോട്ടടിക്കും ബോൾ, ആകാശത്തോട്ടടിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുക ജോണിനോട്. അപ്പോൾ ജോണിങ്ങനെ അടിക്കുന്നത് കണ്ടിട്ടേ മേളിലോട്ടടിക്കും പറയുക. അങ്ങനെ ഇവന് കുറേ കളിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത് അച്ഛനൊക്കെ വന്നായിരുന്നു. അപ്പോൾ അച്ഛനും ഇവനും ഒക്കെ കുറേ കളിച്ചു ബോള്, ഇങ്ങനെ ഫുട്ബോൾ. ഇപ്പോൾ ഇവൻ അടിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവൻ പുറകോട്ടാകും. അവൻ്റെ ഉള്ള ശക്തി മുഴുവൻ എടുത്തിട്ടാണ് അവൻ അടിക്കുന്നത് കേട്ടോ. ഭയങ്കര കണ്ടോ, അവന് ഭയങ്കര സന്തോഷമാണ് ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണുമ്പോഴത്തേന്. അവനെ പിടിച്ചാൽ അവൻ നിൽക്കത്തുമില്ല. അവൻ അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫുട്ബോൾ കളിക്കുന്നത്. പിന്നെ കാറ്, വണ്ടി, അവനിപ്പോൾ വീട്ടിലിരിക്കുന്ന ഒട്ടും ഇഷ്ടമില്ല. അവന് ഒരു വിധത്തിലാണ് നമ്മൾ വൈകുന്നേരം പോകാമെന്ന് പറഞ്ഞിട്ട് എന്നാ പറയണ്ടേ, അത്രയ്ക്ക് നമ്മൾ പറഞ്ഞ് നിർത്തിയേക്കുവാണ് ഒരു വിധത്തിൽ. അല്ലെങ്കിൽ അവന് ഭയങ്കര പിള്ളേരുടെ കൂടെ കളിക്കാനൊക്കെ ഭയങ്കര
വേറെ പിള്ളേരൊന്നും ഇല്ലല്ലോ വീട്ടിൽ. അപ്പം അവനാണെങ്കിൽ പിള്ളേരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര ഇപ്പം പിടിച്ചാൽ നിൽക്കുന്നില്ല. അങ്ങനെ നമ്മൾ അന്നേരത്തിന് കുറേ രാത്രി ഒരു 6 മണിയായി കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഒരു വിധത്തിൽ ജോൺ പറഞ്ഞു ഇനി നാളെ കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിച്ച് ഒരു വിധത്തിൽ മുകളിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പോകുന്ന വഴിക്കുള്ള കൊമ്പും വിറകും കല്ലും മച്ചിങ്ങയൊക്കെ എടുത്തോണ്ടാണ് പോകുന്നത് കേട്ടോ. ഇനി വീട്ടിൽ ചെന്നിട്ട് ഇവനെ ഒന്ന് കുളിപ്പിച്ചെടുക്കണമെങ്കിൽ ഒരു വലിയ ഒരു ടാസ്ക്കാണത്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.